നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. പൗണ്ഡ്രകനെ സഹായിക്കാൻ വന്ന കാശിരാജാവിന്റെ ശിരസറുത്ത് ആ കാശിരാജ്യത്ത് തന്നെ കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞു. ഇതിൽ ക്രുദ്ധനായിട്ട് ആ കാശിരാജാവിന്റെ മകനായ സുദക്ഷിണൻ ഭഗവാനോട് പ്രതികാരത്തിന് ഒരുങ്ങുന്നു. അതാണ് 6ാമത്തെ ശ്ലോകം. കാശീശ്വരസ്യ തനയഃ അധ തനയോ അധ സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാരഃ കൃത്യ അനലം കൃത്യാനലം കമപി ബാണരണാദിഭീതൈഃ ഭൂതൈഃ കഥഞ്ചന വൃതൈഃ സമം അഭ്യമുഞ്ചത്. അധ സുദക്ഷിണാഖ്യഃ അനന്തരം കാശിരാജാവിന്റെ മകനായിട്ടുള്ള സുദക്ഷിണൻ എന്നു പേരുള്ള കാശീശ്വരസ്യ തനയഃ ആ കാശിരാജാവിന്റെ മകൻ ശർവം ശിവനെ പ്രപൂജ്യ പൂജിച്ചിട്ട് ഭവതേ അങ്ങയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഹിതാഭിചാരഃ ഒരു ആഭിചാര കർമ്മം ചെയ്തിട്ട് കമപി ഒരു കൃത്യ അനലം അഗ്നിജ്വാലാരൂപിണിയായിട്ടുള്ള ഒരു ദുർമൂർത്തിയെ ഭഗവാന്റെ നേർക്ക് അയക്കുകയാണ്. ഒപ്പം ഭൂതഗണങ്ങളുടെ സഹായം തേടിയപ്പോൾ ആ ഭൂതഗണങ്ങൾ ആദ്യമൊന്ന് മടിച്ചു എന്ന് പറയാണ്. അതിന് കാരണം പറയാണ്, ബാണരണ അതിഭീതൈഹി ബാണാസുരനുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ ഓർമ്മയുള്ള ആ ഭൂതഗണങ്ങൾ അതിഭീതൈഹി അവർ അത്രയും പേടിച്ചിട്ട് ആദ്യമൊന്നും ഞങ്ങളിനി ഭഗവാനോട് എതിർക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ സുദക്ഷിണൻ കഥഞ്ചന എങ്ങനെയൊക്കെയോ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വൃതൈഹി അവര് കൂട്ടുകാരാക്കപ്പെട്ടു. ഈ ഭൂതഗണങ്ങളെ തന്റെ വശത്താക്കി വെച്ചിട്ട് ഭൂതൈഹി സമം ആ ഭൂതഗണങ്ങളോടുകൂടെ അഭ്യമുഞ്ചത് ആ കൃത്യയെ ഭഗവാന്റെ നേർക്ക് പറഞ്ഞയച്ചു. അപ്പൊ കാശിരാജപുത്രനായ സുദക്ഷിണൻ തന്റെ അച്ഛനെ വധിച്ചത് നിമിത്തം കോപിച്ച് ഭഗവാനെ ഏതു വിധമെങ്കിലും കൊല്ലണം എന്നുറപ്പിച്ച് പരമേശ്വരനെ സേവിച്ച് സന്തോഷിപ്പിച്ചു. അങ്ങനെ ആ പരമേശ്വരന്റെ ഉപദേശപ്രകാരം ആഭിചാരകർമ്മമായിട്ട് ഒരു ഹോമം നടത്തി. ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഉദ്ഭവിച്ച കത്തിക്കാളുന്ന ഒരു അഗ്നിയുടെ രൂപത്തിലുള്ള കൃത്യ എന്നു പേരായ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സത്വത്തെ ഭഗവാനെ കൊല്ലുന്നതിന് പറഞ്ഞയച്ചു. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ പോവാൻ ഭൂതഗണങ്ങളോടും നിർദ്ദേശിച്ചു. അപ്പൊ ആ ഭൂതഗണങ്ങൾ ആദ്യമൊക്കെ മടിച്ചുവെങ്കിലും എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ആ കൃത്യയുടെ കൂടെ പോയി. അതായത് കൃത്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഭൂതഗണങ്ങളും കൂടെ പോയി എന്ന് പറയാണ്. ശ്ലോകം 6. കാശീശ്വരസ്യ തനയോദ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാതിഭീതൈ
ഭൂതൈ കഥഞ്ജന വൃതൈ സമമഭ്യമുഞ്ചത്. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും വേദവ്യാസനും ഭട്ടഭദ്രർക്കും അതുപോലെ ഗുരുജനങ്ങൾക്കും പൂർവികർക്കൊക്കെ പ്രണാമം. എല്ലാ ദൈവിക ശക്തികളെയും പ്രണമിക്കുന്നു. ദശകം 83 ശ്ലോകം 6. അതായത് അജ്ഞത കൊണ്ട് പ്രതികാരബുദ്ധി ഉദിക്കുന്ന ഒരവസ്ഥ അജ്ഞന്മാർക്ക് ഉണ്ടാവും. അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അവർ വല്ല അഭിചാര പ്രവൃത്തികളോ ദുഷ്കർമ്മങ്ങളോ ചെയ്യുമ്പോൾ അതുതന്നെ അവർക്ക് നാശത്തിനായിട്ട് വരും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ധർമ്മത്തിൻ്റെ അവസ്ഥയുണ്ടാവണം. ധർമ്മബോധത്തോടു കൂടിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഈശ്വര ആരാധന 2 തരത്തിൽ പറയാറുണ്ട്. ഒന്ന് സത്കർമ്മത്തിന് വേണ്ടിയിട്ടും മറ്റു ചിലത് ദുഷ്കർമ്മത്തിന് വേണ്ടിയിട്ടും ആവാറുണ്ട്. ഈശ്വരനെ ദുഷ്കർമ്മത്തിന് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രേരിപ്പിക്കുന്ന ആൾ തന്നെ ഇല്ലാതാവും. അസുരന്മാരെയൊക്കെ കഥ അങ്ങനെയാണ്. ഇവിടെ ശ്ലോകം 6 പറയുന്നത് അവിടെ കാശി രാജാവിനെ ഇല്ലാതാക്കിയല്ലോ. ആ കാശി രാജാവിൻ്റെ മകൻ അതിന് പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചു. കാശീശ്വരസ്യ തനയോധ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? സുദക്ഷിണൻ എന്നാ പേര്. ആ സുദക്ഷിണൻ എന്ത് ചെയ്തു? പ്രതികാരം ചെയ്യണം, ഭഗവാനെ ഇല്ലാതാക്കണം, ശ്രീകൃഷ്ണനോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പൂജിച്ചത് അല്ലെങ്കിൽ സമീപിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് ശിവനോടാണ്. ഹരിഹരന്മാരുടെ മറ്റൊരു ലീലയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഭക്തന്മാർക്ക് തെറ്റിദ്ധാരണ ധാരാളമാണ്, ശരിയായ ധാരണ കുറവുമാണ്. ഏതായാലും ശിവനെ പൂജിച്ചു. അദ്ദേഹം വളരെ പ്രസന്നനായിട്ട് ഇതിൻ്റെ കാര്യമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളുന്നറിയാം മഹാദേവന്. തൻ്റെ ഭക്തനെ പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം ഒരു കൃത്യം ഉണ്ടാക്കുകയാണ്. കൃത്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഘോരരൂപി എന്ന് തന്നെ പറയാം. അതിനെ സൃഷ്ടിച്ചു. ആ ഘോരരൂപി സൃഷ്ടിച്ച ശേഷം അതാണ് സർവം പ്രപൂജ്യ പവതേ വിഹിതാപചാര. അഭിചാര പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അത് വളരെ എന്താ പറയുക, ഘോരമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതായ അഗ്നിയുണ്ട്. അഗ്നി രൂപത്തിലാണ് അത് വരുന്നത്. അത് ഘോരരൂപിയായിട്ടാണ്. മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ബാണയുദ്ധത്തിൽ ഭയന്നോടി കുറേ ശിവഭൂതങ്ങളുണ്ടായിരുന്നു. അവരോട് ഈ സുദർശനം പറഞ്ഞു എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ഇനിയും ശ്രീകൃഷ്ണ ഭഗവാനെ നേരിടാൻ അവർക്ക് ശങ്കയുണ്ടായിരുന്നു. എങ്കിൽ കൂടിയിട്ടും ശിവഭക്തനായിരിക്കുന്നതായ സുദർശനൻ്റെ ആ ഒരു അപേക്ഷ നിരസിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അവരും കൂടി. ധൈര്യക്കുറവ് നല്ലതുണ്ട് അവർക്ക്. എന്നാലും ശിവഭക്തനാണല്ലോ, ശിവൻ്റെ ആജ്ഞയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരും കൂടി. അങ്ങനെ ആ കൃത്യയും അതിനോട് ചേർന്ന ശിവഭൂതങ്ങളും എല്ലാം കൂടിയിട്ട് നേരെ വരികയാണ് ഇവിടേക്ക്, ദ്വാരകയിലേക്ക്. ഭഗവാന്റെ അടുത്തേക്കാണ് വരുന്നത്. നോക്കൂ, മനുഷ്യ മനസ്സിൻ്റെ വൈകൃതങ്ങളെന്ന് പറയുന്നതിന് തൻ്റെ ചെയ്തികളെ, താൻ ചെയ്യുന്ന പ്രവൃത്തികളെ ധർമാധർമ്മ ചിന്തയോടുകൂടി മനസ്സിലാക്കാതെ കണ്ട് അഹങ്കാരം കൊണ്ടും അല്ലെങ്കിൽ അജ്ഞത കൊണ്ടും നമ്മൾ പലതും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി ദോഷം നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അങ്ങനെയാണ് പലർക്കും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മചിന്ത വിടരുത് നമ്മൾ. ഏതായാലും ആ കൃത്യം കൂട്ടരും കൂടിയിട്ട് വലിയൊരു ഭയാനകമായ ഒരു രംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ദ്വാരകയിലേക്ക് എത്തുന്നത്. അങ്ങനെ ദ്വാരകയിലേക്ക് അയച്ചു. ദ്വാരകയിൽ എത്തുകയാണ്. ഇവിടെ ദ്വാരകയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ രസമായിരിക്കും. ശ്രദ്ധിക്കൂ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചില ചിന്താവ്യവഹാരങ്ങളും ചിന്താവൈകൃതങ്ങളും പ്രവൃത്തി വൈകൃതങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഭഗവാനെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അധികം ചിലപ്പോൾ അത് അനുവദിച്ചു, പക്ഷേ അത് തനിക്ക്
തന്നെപ്പറ്റി ചിന്തിക്കുക. ഹരിശരണം.